യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ പാദാനുയാത്ര നടത്തുന്ന ഈ ദിവസങ്ങളിൽ ഋഷിവര്യനായ മാർ ഇവാനിയോസ് എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഋഷി എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കുക ദർശനാത് വർണ്ണനാത്തം ഋഷി എന്നാണ്. ആരാണോ ദർശിക്കുന്നത് ആരാണോ വർണ്ണിക്കുന്നത് അവനാണ് ഋഷി. ദർശനം എന്നതിനെ കാണുക എന്നുള്ളതല്ല, മറിച്ച് കാണുന്നതിനും അപ്പുറം കാണുന്നതാണ് ദർശനം. ദൃശ്യത്തെ അനേനേതി ദർശനം. കാണുന്നതിനും അപ്പുറം കണ്ട് അതിനെ ദർശിച്ചിട്ട് ആ ദർശനത്തെ ആർക്കാണോ വർണ്ണിക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹമാണ് ഋഷി. അതിനാൽ ഋഷി ക്രാന്തദർശി എന്ന് ആർഷഭാരത സംസ്കാരത്തിൽ നാം വിളിക്കുന്നു. മാർ ഇവാനിയോസ് പിതാവ് ഇതിൽ നിന്ന് വിഭിന്നനല്ല. ഓർത്തഡോക്സ് സഭയിലായിരിക്കുമ്പോഴും സഭയുടെ പ്രശ്ന പരിഹാരത്തിനായാലും ബഥനി ആശ്രമ സ്ഥാപനത്തിലായാലും കത്തോലിക്ക സഭയിലേക്കുള്ള പുനരൈക്യത്തിലായാലും തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഹൈറാർക്കി സ്ഥാപിക്കുന്നതിനായാലും എല്ലാത്തിലും ഈ ഒരു ദർശനത്വം നാം കാണുന്നു. ദർശിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് തൻ്റെ കൂടെ ഉള്ളവരോട് അത് വ്യക്തമായിട്ട് വർണ്ണിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം ക്രാന്തദർശിയാണ്. ഇത് സാധ്യതമാക്കുക ഒരേ ഒരു കാരണത്താലായിരിക്കുമെന്നാണ് ആർഷഭാരത സംസ്കാരത്തിൽ ഋഷിമാർ നമ്മെ ഉദ്ബോധിപ്പിക്കുക: ധ്യാനം. ധ്യാനത്തിലൂടെ ദർശിച്ച കാര്യങ്ങളെ വർണ്ണിച്ച് സ്വശിഷ്യ സമൂഹത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിപ്പിക്കുന്ന ഒരു ഇവാനിയോസ് പിതാവിനെ നാം ചരിത്രത്തിലും നമ്മുടെ ജീവിതത്തിലും കണ്ടെത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവാനിയൻ പാദാനുയാത്രയുടെ ഈ ദിവസങ്ങളിൽ ഈ ഋഷീശ്വരനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റും? ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയണം. ധ്യാനത്തിനായി മൗനമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നമുക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ പുതിയൊരു മാർ ഇവാനിയോസായി, പുതിയൊരു മുണ്ടമല അനുഭവമായി, ഒരു താബോർ അനുഭവമായുള്ള ഒരു രൂപാന്തരീകരണം എന്നിലും നിന്നിലും സാധ്യതപ്രദമാകും. അങ്ങനെ വരുമ്പോൾ ഈ പാദാനുയാത്ര അതിൻ്റെ അർത്ഥ പൂർത്തിയിൽ എത്തും. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.